ട്രേഡിങ്ങിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇമോഷൻസ് ആണെന്ന് പറയും. ബാക്കിയുള്ള അതായത് ഇപ്പോൾ ഒരു 95% ഇമോഷൻസും ബാക്കിയുള്ള ഒരു 5%മാണ് ബാക്കിയുള്ള ടെക്നിക്കലായാലും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇങ്ങനെ എല്ലാവരും പറയുമെങ്കിലും ഈ ഇമോഷൻ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്, ഇതെങ്ങനെ ബിൽഡ് ആകുന്നുള്ളതെന്ന് ആരും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി കുറച്ച് വീഡിയോസുകൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിലൊക്കെ പറഞ്ഞിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതെങ്ങനെ എഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഈ ഇമോഷൻ എന്നുള്ള കാര്യം ഓരോരാളുടെ ട്രേഡിങ് സ്ട്രാറ്റജിയും അയാളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻസും അയാളുടെ എടുത്ത് ശീലിച്ചിട്ടുള്ള ട്രേഡിങ്ങും അനുസരിച്ചിട്ട് നമ്മുടെ ഇമോഷൻ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഞാനൊരു ബ്രേക്ക് ഔട്ട് ട്രേഡർ ആണെങ്കിൽ ഞാൻ ഈ ബ്രേക്ക് ഔട്ട് ട്രേഡുകൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് ശീലിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മൂവ്മെന്റ് വരുന്ന ട്രേഡിങ് സെറ്റപ്പാണ്. അപ്പോൾ ഇങ്ങനെ എടുത്ത് ശീലിക്കുമ്പോൾ നമുക്ക് ഈ ഹോൾഡ് ചെയ്തിട്ട് എടുക്കുന്ന ട്രേഡിങ്ങുകൾ നമുക്ക് എടുത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് നമുക്ക് പെട്ടെന്ന് മൊമെന്റം നടക്കണം. ബ്രേക്ക് ഔട്ട് ട്രേഡുകളെ പറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റോടെ ടാർഗറ്റിൽ ഒരു 15 മിനിറ്റോണ്ട് മിക്കവാറും ടാർഗറ്റിലോട്ട് എത്തും. അതേസമയം ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് ശീലിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ട്രേഡുകളൊന്നും നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് പ്രോഫിറ്റിലോട്ട് എത്താൻ വേണ്ടി പറ്റില്ല. നമ്മൾ മിക്കവാറും ഏകദേശം കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് വരും. കാരണം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് ഏകദേശം ഈ ഒരു മെത്തേഡ് എടുത്ത് ശീലിച്ചിട്ടതാണ്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ. അതായത് ഞാൻ ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ വെച്ച് ട്രേഡ് ചെയ്യുന്നതാണ്. മാസം ഒരു 80,000 രൂപ, ഒരു 1000 രൂപയൊക്കെ റിസ്ക് വെച്ചിട്ട് ഒരു 5000 പ്രോഫിറ്റ് കിട്ടുന്ന ഒരു മെത്തേഡിൽ മാസം ഞാൻ ഒരു 50,000 രൂപ പ്രോഫിറ്റ് എടുക്കുന്നതാണെങ്കിൽ ഞാനിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 3 മാസം പോയി. മൂന്നാമത്തെ മാസം ഞാൻ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്യാണ്ട് ഈ 1000 എന്നുള്ള റിസ്ക് 10,000 മാറ്റിക്കഴിഞ്ഞാൽ അവിടെ എനിക്ക് ഇമോഷൻ എഫക്റ്റ് ആവും. കാരണം നമ്മൾ ഏകദേശം ഒരു 10 ട്രേഡിൽ എടുത്ത് ശീലിച്ച റിസ്ക് ആണ് ഒറ്റ ട്രേഡിലോട്ട് മാറ്റുന്നത്. അതേസമയം നമ്മൾ ഒരു 1000 നിന്ന് 2000 മാറിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇമോഷൻ എഫക്റ്റ് ചെയ്യില്ല. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഇമോഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ സ്ട്രാറ്റജിയും അതുപോലെ അയാൾ ട്രെയിൻ ചെയ്ത് ശീലിച്ച മെത്തേഡിനനുസരിച്ചിട്ട് ഇമോഷൻ എന്നുള്ള കാര്യം മാറിക്കൊണ്ടേയിരിക്കും.